ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളതെന്നും എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്നും എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ എനർജി. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ തന്നെ നന്ദി പറയാം എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങൾക്ക് ലഭിച്ച ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയുക, ജന്മത്തിന് നന്ദി പറയുക, എല്ലാത്തിനും നന്ദി പറയാം. നന്ദി പറയുന്നതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രകടമായിട്ട് കാണുന്നുണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ. എംപ്രസ്. ഓക്കെ, എംപ്രസിൻ്റെ എനർജിയാണ്. വളരെ നല്ലൊരു കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ക്രിയേറ്റീവായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു സെലിബ്രേഷനിലേക്ക് പോവുകയാണ്. സക്സസ് നിങ്ങളോടൊപ്പമുണ്ട്, അബണ്ടൻസ് നിങ്ങളോടൊപ്പമുണ്ട്. എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ആ അറിവ് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ എംപ്രസ് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. എംപ്രസിൻ്റെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് ആണ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള ബ്ലോക്കേജസൊക്കെ മാറുന്ന സമയമാണ് എന്നുള്ളതാണ്. അറിവ് കൂടുന്നു എന്നുള്ള കൂടെയാണ്. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫെർട്ടിലിറ്റീൻ്റെ കാർഡ് കൂടിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കുട്ടി ജനിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ളൊരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. വളരെ നല്ലൊരു കാർഡാണ് കേട്ടോ. ചക്രവർത്തിനിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. നല്ലൊരു കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം എന്താണോ അത് കൂടുതലും ഫിനാൻഷ്യലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങളുടേതായിട്ടുള്ളൊരു ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് കേട്ടോ. പുതിയ ബിസിനസ്സൊക്കെ ആയിരിക്കാം, അത് നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. റെസ്പോൺസിബിളായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു സമയമാണ്. അത് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. അതിൻ്റെ റിവാർഡ് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ചിലർക്ക് ഇതൊരു സ്ഥലത്തിൻ്റെ എനർജി കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്ത് പോലെ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ലഭിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു എനർജിയാണ്. ചിലർക്കത് വീടാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ക്ഷമയ്ക്കുള്ള ആ ഒരു റിവാർഡ് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. പുതിയൊരു ബിസിനസ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരിത് നിങ്ങൾക്ക് ഇതുവരെ തോന്നുന്നുണ്ടാവില്ല, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തോന്നാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതുപോലെ മറ്റുള്ളവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അതായത് എൻ്റെ ചുറ്റിലും ആരൊക്കെയോ ഉണ്ട് എന്നുള്ള തരത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡിനെ ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ എന്തെങ്കിലും രീതിയിൽ
ആ ഒരു സ്റ്റക്നെസ് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാട്ടോ. ഒന്നുകിൽ ഇത് ഈ ഒരു റീഡിങ്ങിലൂടെ ആയിരിക്കും, ഇങ്ങനെയുള്ള റീഡിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഡ്യൂഷനായിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ബാലൻസ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഒരു ഹൈലി സ്പിരിച്വലായിട്ട് ഒരു വ്യക്തിയുമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ, ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നിങ്ങൾ തേടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ഒക്കെ കൂടുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. അതായത് ഗട്ട് ഫീലിംഗ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ വേദനകൾ, അല്ലെങ്കിൽ അവരെന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെയും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. ഹാങ്ഡ് മാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലർക്ക് ഈ ഒരു സമയം ചിന്തകളെ മാറ്റേണ്ട സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്കിപ്പോൾ ഒരു സറണ്ടറിങ്ങിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു പൗസ് കൊണ്ടുവന്നിട്ടുണ്ടാകും. അതായത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റക്നെസ് കൊണ്ടുവന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ, ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇനി മുതൽ പുതിയ രീതിയിൽ നിങ്ങൾ ജീവിതത്തെ കാണണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ മൊത്തം മാറ്റിമറിക്കാനായിട്ട് ഒരു സ്റ്റക്നെസ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചിലർ നിങ്ങൾ ഒരുപാട് ബേർഡൻ തളിച്ചിട്ട് തന്നെ നിങ്ങൾ അവിടെ വീണ് പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് വരുന്നു എന്നുള്ളതാണ് ചിലർക്ക്. ഓക്കെ, ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിലൊരു വെളിച്ചം നിങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്ന രീതി ഒന്ന് മാറ്റിക്കാണുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ചിലർ ഇവിടെ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുക, അങ്ങനെയുള്ളൊരു എനർജി കൂടി ഇവിടെ ഹാങ്ഡ് മാൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലരൊക്കെ ഇന്നത്തെ ദിവസം ചിലർക്കൊക്കെ തലചുറ്റലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഷർ കുറയുക, അല്ലെങ്കിൽ പ്രഷർ കൂടുക, ഇങ്ങനെയൊക്കെയുള്ള പ്രഷർ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുള്ള തലചുറ്റൽ ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തലക്കൊരു പെരുപ്പം പോലെ തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഇവിടെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ചിന്തകളെ മറ്റൊരു രീതിയിൽ കാണുന്നു, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു രീതിയിലേക്ക് ജീവിതത്തെ മാറ്റി കാണുന്നു എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒന്നുകിൽ വീടിൻ്റെ ഒരു ഡെക്കറേഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരുക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളായാലും ഒക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു. നിങ്ങൾ ആവേശത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിപാലിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഫിനാൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഫിനാൻസ് ഉണ്ട്, അതിനെക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും. പിന്നെ ചിലർ ഇവിടെ ഫിനാൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. രണ്ട് തരത്തിലുണ്ട്. ചിലർ നിങ്ങളുടെ ഫിനാൻസ് മറ്റുള്ളവർക്കായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതും, മറ്റു ചിലർ ഇവിടെ ഫിനാൻസിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനും, ഒന്നിലും ഒരു അഹംഭാവമോ ഒന്നുമില്ലാതെ നിങ്ങളുടേതായിട്ടുള്ള കടമകളും കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ കാരണം, മുമ്പ് നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് മാറ്റം വന്നത് ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഈ പ്രപഞ്ചം തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.
ആ ഒരു കർമ്മയൊക്കെ തീർന്ന് നിങ്ങൾക്ക് പാഠങ്ങൾ മനസ്സിലാക്കി തന്ന് നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് കേട്ടോ. മറ്റുള്ളവരെ പരിപാലിക്കാനും ഇമോഷണലി സ്റ്റേബിൾ ആവാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആവേശം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടേതോ നിങ്ങളുടെ മക്കളുടേതോ ആയിട്ടുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും, അതുപോലെ നിങ്ങൾ എന്താണോ ഒരു വിജയം കാത്തിരുന്നത് ആ വിജയം നിങ്ങളിലേക്ക് എത്തുന്നൊരു സമയമാണ് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. വിജയാഘോഷമാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. നിങ്ങളിന്ന് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ റിവാർഡഡ് ആവുന്നു, മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ. പോലെ മാരേജ് പറഞ്ഞു, അതുപോലെ മാരേജ് പ്രപ്പോസൽ, ഇതൊക്കെ വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് അവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണുന്നത്. എന്തായാലും ആഘോഷങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ബോട്ടം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചതിച്ചിട്ട് കളഞ്ഞവരായിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ആലോചിക്കുക. ഒരിക്കൽ നിങ്ങളെ ചതിച്ചവർക്ക് വീണ്ടും നിങ്ങളെ ചതിക്കാൻ ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ലൈഫിനെ മറ്റൊരു രീതിയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് പുതിയൊരു തുടക്കമൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒന്നുകൂടി പരീക്ഷിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കത് വേണോ വേണ്ടയോ. എന്താണ്, ഒരു വ്യക്തി എന്താ പറയുക, നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. വീണ്ടും അങ്ങനെ തന്നെ ആകുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചധികം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫിനാൻഷ്യലി ആയാലും നിങ്ങൾ ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓഫീസുമായിട്ടൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഫയൽസൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴൊക്കെ വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ട സാധനങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കെയർഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം വെക്കുക കേട്ടോ. അതുപോലെ മറ്റുള്ളവരുടെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാനും ഗോസിപ്പിങ്ങുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ചുമയാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ എന്തൊക്കെയോ ആകുന്നു. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. നോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ചിലരോട് ഇവിടെ ഒരു നോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ചിന്തകളെ മാറ്റേണ്ട സമയമാണ്, ലെറ്റ് ഗോ ചെയ്യേണ്ടതാണ്, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ നിങ്ങൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നല്ല കാര്യമല്ല, അവിടെ ഞാൻ നോ പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളവിടെ നോ തന്നെ പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏഞ്ചൽസും നിങ്ങളോട് നോ ആണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ടേക്ക് ആക്ഷൻ. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, ഒരു ചക്രവർത്തിനിയുടെ എനർജിയുമായിട്ട് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. നിങ്ങൾ എന്ത് വേണം, ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകണം. ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നിട്ട് മാത്രം കാര്യമില്ല. ട്രസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളോട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പേഷ്യൻ്റ്ലി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നന്ദി പറയാൻ ഒരിക്കലും മടിക്കരുത് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ എന്നുള്ള യൂണിവേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്ത് നല്ല കാര്യം ഒരു വ്യക്തി പറഞ്ഞു തന്നാലും അവിടെ എന്ത് ചെയ്യുക, നന്ദി പറയുക.
ഓക്കെ, ഒരു വ്യക്തിക്ക് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അതുപോലെ നിങ്ങൾക്ക് വിഷമമാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനും നന്ദി പറയണം. കാരണം നിങ്ങൾ ആ വിഷമഘട്ടത്തിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് പാഠങ്ങൾ പഠിക്കാനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ആ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തിയോടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം നല്ലതാണ് കേട്ടോ, അവരോട് നന്ദി പറയണം പ്രത്യേകം. റിമെയിൻ പോസിറ്റീവ്. യെസ്, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ, എങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെൻഷൻ അടിച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം നല്ലതിനാണെന്നുള്ള വിചാരിക്കുക കേട്ടോ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. പേപ്പേഴ്സൊക്കെ നന്നായി ചെക്ക് ചെയ്തിട്ട് മാത്രം ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക കേട്ടോ. ലവേഴ്സിനുള്ള എനർജി എന്താണെന്ന് നോക്കാം. എൻഗേജ്മെൻറ്റ്. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പ്രപ്പോസൽ, എൻഗേജ്മെൻറ്റൊക്കെ വരുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഹൈ ലെവലിലേക്ക് പോവുകയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലേ. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. നോക്കാം. എക്സ്പ്രസ് യുവർ ലവ്. ഓക്കെ, ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റർ. അപ്പോൾ നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിലേക്കൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, പാസ്റ്റിൽ നിന്നൊരു ഇത് വരാനുണ്ട്. ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അതൊരു കർമ്മയായിട്ടാണ് വരുന്നത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലേർട്ട്. യെസ്, ഒരു ഫ്ലേർട്ടിങ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. ഓക്കെ, ഒരു ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള എനർജി മറ്റുള്ളവരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരസ്പരം എന്താ പറയുക, നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു എനർജി എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുക. വെഡ്ഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. യെസ്, ഇവിടെ ഒരു കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ നോക്കുന്നവർക്ക് കല്യാണം ശരിയാവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പാർട്ട്ണറെ ലഭിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ എനർജി നിങ്ങളിലേക്ക് എത്താനായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ക്ലെയിം ചെയ്യണം, മറക്കരുത്. നിങ്ങൾ നന്ദി പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്സും യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കണം. ഗ്രാറ്റിറ്റ്യൂഡാണ് മാനിഫെസ്റ്റേഷൻ വർക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടൂള് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈ പോയിൻ്റ് വന്നാൽ അത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.